ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത്. റോഷിപാലിന്റെ വിവരങ്ങളുമായി റോഷിപാൽ, നേരത്തെ ഉയർന്ന ആരോപണം, ആ ആരോപണത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന യുവതിയും രാഹുലുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതിൽ രാഹുൽ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കെഞ്ചുന്നുണ്ട്, അതിനുശേഷം അതിന്റെ സംസാരത്തിന്റെ രൂപവും മാറുന്നുണ്ട്. തന്റെ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് അതിൽ ഊന്നി പറയുന്നുണ്ട്. എന്താണ് നമുക്കിതിൽ വിശദാംശങ്ങൾ നൽകാനാവുക റോഷിപാൽ? സ്മൃതി, ഒരു യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, അതും വിവാഹ വാഗ്ദാനം നൽകി. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഒഴിവാകാൻ ശ്രമിക്കുന്നു, ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നു, പിന്നീട് കാല് പിടിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അസഭ്യം പറയുന്നു. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടം MLA-യുടെ ഭാവമാറ്റങ്ങളാണ് ഈ ശബ്ദ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറാൻ കഴിയുക എന്നതാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഈ കുട്ടി പലപ്പോഴായി പറയുന്നുണ്ട് തനിക്ക് ഗർഭചിത്രം ചെയ്യാൻ താല്പര്യമില്ല, എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിക്കുകയാണ് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി. എന്താണ് അതിന്റെ കാരണം? അതും വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭാഷണത്തിൽ. തൻ്റെ ജീവിതം തകരും, തൻ്റെ ജീവിതം തകർക്കുകയാണ് നീ, അതുകൊണ്ട് നീ ഗർഭചിത്രം ചെയ്തേ പറ്റൂ എന്ന നിലപാടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. ഈ കുട്ടിയെ വളർത്തും, ആ കുട്ടി ജനിച്ചാൽ ആ കുഞ്ഞിനെ വളർത്തുമെന്ന് പലവട്ടം പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിയാകില്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അരികിലേക്ക് വരില്ല, ആ കുഞ്ഞിനെ സുരക്ഷിതമായി ഞാൻ വളർത്തിക്കോളാമെന്ന് പലപ്പോഴായി യുവതി പറയുന്നുണ്ട്. അത്രയേറെ ആത്മബന്ധമുണ്ട് തൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനോട് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ പെൺകുട്ടി. എന്നിട്ടും അതൊന്നും കേൾക്കാതെ തൻ്റെ ജീവിതം, തൻ്റെ ലൈഫ് എന്ന നിലയിൽ അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ നിർബന്ധിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ശബ്ദം സംപ്രേഷണം ചെയ്തതാണ്. 4-ാം മാസത്തിൽ ആ പെൺകുട്ടിയുടെ ജീവൻ പോലും അപകടപ്പെടുത്തുന്ന രീതിയിൽ അശാസ്ത്രീയമായി ഗർഭചിത്രം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി ഒരു പെൺകുട്ടിയോട് അത്രയും ക്രൂരമായി പെരുമാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. സംഭാഷണത്തിലുടനീളം ആദ്യഘട്ടത്തിൽ അത് ബോധ്യപ്പെടുത്താൻ സാധാരണ നിലയിൽ സംസാരിക്കുന്നു, പിന്നീട് ഭീഷണിയാകുന്നു, പിന്നീട് അസഭ്യം പറയുന്നു, പിന്നീട് വീണ്ടും അത് മറ്റൊരു തരത്തിലേക്ക് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ തുടങ്ങിയ വേണമെങ്കിൽ കൊല്ലാനും മടിയില്ല എന്ന സൂചന കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട് എന്തിനാണ് വരുന്നത് എന്നെ കാണാൻ, കൊല്ലാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യത്വരഹിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി ആ സംഭാഷണം പകർത്തുകയാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പിന്നീട് ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഗർഭചിത്രം ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. അതിനുശേഷം പിന്നീട് ആ പെൺകുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു, വഞ്ചിതയായെന്ന് മനസ്സിലാക്കുന്നു. പിന്നീടാണ് ആ പെൺകുട്ടി ഈ ശബ്ദം അത് പകർത്തി വെക്കുന്നത് തൻ്റെ സുരക്ഷയെ ഓർത്ത്. പെൺകുട്ടിക്ക് ഭയമുണ്ട്, അതുകൊണ്ടാണ് ആ പെൺകുട്ടി പരാതിയുമായി വരാത്തത്. കഴിഞ്ഞ ദിവസം മറ്റൊരു പെൺകുട്ടി പറയുകയും ചെയ്തിരുന്നു, ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി എത്തിയാൽ തനിക്ക് പിന്നീട് ജീവിക്കാൻ കഴിയില്ലെന്ന ഭയമുണ്ട്, തൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ലെന്ന ഭയമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമുള്ളവർ ക്രിമിനലുകളാണെന്ന് ഇന്നലെ മറ്റൊരു പെൺകുട്ടി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഭയമാണ്. ഈ പെൺകുട്ടിയോടും നേരത്തെ വെളിപ്പെടുത്തിയ മറ്റൊരു പെൺകുട്ടിയോടും ഒരേ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിലൂടെ സൗഹൃദം സ്ഥാപിക്കുന്നു, ഫോൺ നമ്പർ വാങ്ങുന്നു, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നു, പിന്നീട് ടെലിഗ്രാമിലേക്ക് വരാൻ പറയുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു, കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്നു, അവിടെ നിന്നും ഹോട്ടൽ മുറിയിലേക്ക് പ്രേരിപ്പിച്ചെത്തിക്കുന്നു, നിർബന്ധപൂർവ്വം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വെളിപ്പെടുത്തിയവരോട് ചെയ്ത ക്രൂരത. മാത്രവുമല്ല, പിന്നീട് ഗർഭിണിയാണെന്നറിയുമ്പോൾ പിന്നീട് ഒഴിഞ്ഞു മാറുന്ന രീതി, ഇതൊക്കെ തെളിവുകളായി ഒന്നൊന്നായി പുറത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതുവരെ 4 പേരാണ് ഇരകളായി പരസ്യമായി അവർ തെളിവുകൾ പുറത്തുവിട്ടല്ലെങ്കിൽ മാധ്യമങ്ങളോട് പല ഘട്ടങ്ങളിലായി സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും പക്ഷേ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ചാറ്റ് തുടങ്ങുന്നതെന്ന്, എങ്ങനെയാണ് പിന്നീട് മുറിയിൽ എത്തിക്കുന്നതെന്ന് എല്ലാം കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ്. ആ പ്ലാനിങ്ങിനൊടുവിലാണ് ഈ കുട്ടികൾ വഞ്ചിതരായി അറിയുന്നത്. വഞ്ചിതരാണെന്നറിയുമ്പോൾ പിന്നീട് അവർ മാനസികമായി തകരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ശബ്ദം പുറത്തുവിട്ട ആ പെൺകുട്ടി അവർ മാനസികാഘാതത്തിൽ ഇപ്പോഴും മുക്തയായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ആ വലിയ പീഡനം,
ആ പീഡനത്തിനൊടുവിൽ ഗർഭഛിദ്രം നടക്കുന്നു. അതിൻ്റെയൊക്കെ മാനസികാഘാതം അത് തരണം ചെയ്യാൻ പോലും ആ പെൺകുട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വലിയ മാനസിക പ്രയാസത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയോടാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഇത് വലിയ സാമൂഹ്യ പ്രശ്നമായി മാറുന്ന സാഹചര്യം. പക്ഷേ ഇവരൊക്കെ ഭയന്ന് പരാതി നൽകാതെ പിന്മാറുന്നു. ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പരാതി നൽകുന്ന എന്ന ഉത്തമ ബോധ്യമുണ്ട്. പരാതി നൽകും, അല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ പോയി പറഞ്ഞോളൂ, ഇതാര് പരിഗണിക്കും എന്ന രീതിയിലാണ് സാഹചര്യമുണ്ട്. കാര്യങ്ങൾ പലതും പുറത്തു വന്ന സാഹചര്യമുണ്ട്. ഈ യുവതിയുടെ അടക്കം വാർത്ത പുറത്തു വന്ന സാഹചര്യമുണ്ട്. പരാതി നൽകാൻ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പറയാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞ ദിവസം കൂടിയാണ്. പരാതിയിലേക്ക് നീങ്ങാൻ പെൺകുട്ടി തയ്യാറാകുമോ? എന്താണ് ഏറ്റവും ഒടുവിൽ ആ കുട്ടി എടുക്കുന്ന നിലപാട്? റോഷിപാൽ, സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം പെൺകുട്ടികൾ അവർ ആശങ്കപ്പെടുന്നത് പരാതി നൽകിക്കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ രീതിയിൽ അധിക്ഷേപം ഉണ്ടാകുമെന്നതാണ് ഒരു ഭയം. ഇവരെ തിരിച്ചറിയുന്ന രീതിയിൽ ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ രംഗത്തിറങ്ങും, സാമൂഹ്യ മാധ്യമത്തിൽ വലിച്ചു കീറും, വേട്ടയാടും എന്നതാണ് ഭയം. ഒരു പെൺകുട്ടി അങ്ങനെ തുറന്നു പറഞ്ഞതാണ്. ആ ഒരു ആശങ്ക കൊണ്ട് മാത്രമാണ് ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാണ്.